ആംബ്ര പോയിട്ടാ നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് റൂമിലേക്ക് എത്തിയിട്ടോ. പിന്നെ ഇവിടെ നല്ല മഴ പെയ്യും, മഴ പോവും, കോട വരും, പിന്നെ കോട മെല്ലെ പോവും, മഴ പെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലൈമറ്റ് ഇല്ലേ? അതെ, നല്ല നല്ല ക്ലൈമറ്റ്. നമ്മൾ വെച്ച് ഇനി കോട ഉണ്ടാവില്ല, പക്ഷെ തണുപ്പുണ്ടാവില്ല, മഴ ഉണ്ടാവില്ല, പക്ഷെ എല്ലാം ഉണ്ട്. പിന്നാണ് ഇപ്പൊ ഒക്കെ രാത്രിയായിട്ട്, ഇവിടെ രാത്രി 8 മണിയൊക്കെ ആകുമ്പോൾ DJ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ അതെ. നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നുണ്ട്, ഇവിടുന്ന് സൈക്ലിംഗ് ഉണ്ട്, അങ്ങനത്തെ എന്തൊക്കെ പരിപാടികൾ ഉണ്ട് ഇവിടെ കാണാനും. അങ്ങനെ ഒന്നാമത് ജിമ്മുണ്ട് ഇവിടെ, ആംബ്രക്ക് ജിമ്മുണ്ട് ഇവിടെ. അതെ, എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, റൂമിലേക്ക് നമ്മൾ ഓൾറെഡി കയറിയതാട്ടോ, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓപ്പൺ ദി ഡോർ. നമ്മള് 99 നമ്മള്. ഓക്കെ, സോ ആംബ്രോ പരിചയപ്പെടുത്തോ റൂം? ആംബ്രോ പരിചയപ്പെടുത്തു. ഓക്കെ, ക്ലോസ് ചെയ്യട്ടെ. ഏതാണ് ഹാള്? ആ, കണ്ടാ തോന്നത്തില്ല. എന്ത്? ആ, അതെ അതെ അതെ, ഒരു സ്റ്റോറേജ് പ്ലേസ്. പിന്നെ പിന്നെ റൂം. ഓക്കെ, കൊള്ളാം കൊള്ളാം കൊള്ളാം. ആംബ്രോയുടെ പ്രോട്ടീൻ പൗഡർ എല്ലാം അവിടെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ റൂം. ഇത് രണ്ടാമത്തെ റൂം. ഓക്കെ, ഗൈസ്, ഇവിടെ എൻ്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ മിററുണ്ട്, ഇവിടെ മമ്മിയുണ്ട്, അത് ഇവിടെ ഉള്ള എല്ലാം നമ്മളെ കൂടെ വന്നതാണ്. TV ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് സംഭവം. ഇത് വാഷ്റൂം ആട്ടോ. ഓക്കെ, ഇതാണ് ബാൽക്കണി. ഓ, കോട ക്ലിയർ ആയതാട്ടോ. അതെ, അവിടെ നോക്ക്, അവിടെ കോട വരാനുള്ള ഇതല്ലേ. കൊള്ളാട്ടോ. ഇതല്ല, ഇങ്ങനല്ല ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ഗൈസ് നിങ്ങൾ പറയാം ആരാ നല്ല ചെയ്തതെന്ന്. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മളെ റൂം കാണാം. ഇതിൽ ആരാ നല്ല ചെയ്തതെന്ന് പറയണ്ട. ആംബ്രോയുടെ സംഭവം കഴിഞ്ഞ് ഇനി ഇന്റേതാട്ടോ. പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ആദ്യം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതിലേറെ നമ്മൾ കണ്ടോ, ഇത് നമുക്ക് ഇവിടെ ഇരിക്കാം, ഇതില് കിടക്കാം. ഇതില് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. ക്ലിയർ ഉണ്ടോ? കുറച്ച് അടുത്ത് വെച്ചാൽ അടുത്ത നമ്മളൊരു ലിവിംഗ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് പല ടൈപ്പ് ഓഫ് തിങ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കേട്ടോ. ഇവിടെ വലിയ സോഫ ഉണ്ട്. ഞാൻ സിൽവർ ടച്ച് ഉള്ള സംഭവമാണ്. ഇവിടെ ആക്കാം, ഇവിടെ ഇരിക്കാം. പിന്നെ നോക്ക് പിന്നെ നോക്ക്, ഇവിടെ വേറെ ടൈപ്പ് അതൊക്കെ ഞാൻ പറഞ്ഞു. നിന്റെ ടൈം കേട്ടോ, നല്ല രസം. പിന്നെ ഇവിടെ ഒരു നല്ലൊരു ചേച്ചി വീണ വായിക്കുന്നുണ്ട്. നല്ല രസം. ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയോ? ഫ്ലോർ നോക്കിയാൽ അറിയാം, എല്ലാ ടൈപ്പ് ഓഫ് ടൈൽസ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കളർക്ക്. ഇവിടെ ആരും ഭയങ്കര കളർഫുൾ ആയിട്ടാണ് മുകളിൽ എത്ര ലൗച്ചിനുണ്ട് ഒന്ന് പറയൂ. എന്നാലും ഞാൻ പറയില്ലേ എത്ര ലൗച്ചിനുണ്ടത്. ഓക്കെ, പിന്നെ ഇത് മെയിൻ സംഭവം കണ്ടോ, നമുക്ക് എടുക്കാൻ കഴിയുണ്ടോ? അങ്ങനത്തെ ടേബിളാണ്. ഇതൊക്കെ പറയണം. പിന്നെ ഇവിടെ വരുന്നത് വാഷ്റൂം ആട്ടോ. ഒരു കോമൺ വാഷ്റൂം ആണ്. കണ്ടോ, ഇവിടുത്തെ ഷവറിന്റെ ഒരു ഇത് കാണിച്ചു തരാതെ. ഞാൻ അവിടെ നിന്ന് ഞാൻ കുളിക്കല്ലോ. സത്യം മറന്ന് നോർമല് കണ്ടോ. ഇതല്ല, ഇത് ഇതിന്റെ സംഭവം. മുകളിലേക്ക് ആക്കുന്നത് മുകളിലേക്ക് മുകളിൽ
ബാൽക്കണിയിലേക്ക്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് സംഭവങ്ങളുണ്ട്. ഇവിടെയൊക്കെ 2 കുതിരകളുടെ പടമുണ്ട്. പിന്നെ ഇവിടെ TV ഉണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എടുത്തായിട്ട് തന്നെ കേട്ടോ വരുന്നത്. ഇതാണ് വലിയ റൂം. ഇങ്ങോട്ട് പോയി ഇത് വാതിൽ തുറന്നിട്ട് കോളാണ്. അപ്പൊ കൊരങ്ങന്മാരുണ്ടല്ലോ ഇവിടെ. ഇവരെങ്ങനെ അപ്പൊ ജീവിക്കും? ഇവിടെ മരത്തിലല്ലോ തൂങ്ങി ഒരു കൊരങ്ങത്തി വന്നെന്ന് പറഞ്ഞപ്പോ ഇതാണ് നമ്മൾ ഇവിടുത്തെ വലിയ റൂം കേട്ടോ. ഒരു ബെഡ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫുള്ള് മിറർ ആട്ടോ. ഇവിടെ മിറർ ഉണ്ട്, നല്ല വാൾ വർക്ക് ഉണ്ട്. മേലൊക്കെ നല്ല ഭംഗിയുള്ള സീലിങ്സ് ഉണ്ട്, കബേർഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെയും ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ. ഒരു നോർമൽ ടൈപ്പ് വാഷ്റൂം ആണ്. ഓക്കെ. പിന്നെ ഈ റൂം നമുക്ക് ബാൽക്കണിയിലേക്ക് ആക്സസ് കിട്ടോ. നേരത്തെ നമ്മൾ കണ്ടപ്പോൾ കൊരങ്ങന്മാർ കണ്ടില്ലേ? ഇതാണ് ബാൽക്കണി. നോക്കിയ കൊരങ്ങന്മാർ കൊച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കണ്ട. ഇത് നിങ്ങൾ ആംബ്രോന്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുണ്ടാവും. വ്യൂ ആ വ്യൂ തന്നെ ആട്ടോ ഇതും. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് നല്ല ഉണ്ട് അല്ലേ? അപ്പൊ ആംബ്രോ ഏത് റൂം എടുക്കുന്ന? ആംബ്രോ ആ റൂം സൗകര്യം തരാം. അപ്പൊ നീ എന്ത് ചെയ്യും? നീ അഞ്ചാ റൂം വേണ്ടേ? അപ്പൊ നീ ഈ റൂം എടുത്താൽ എവിടെ? ഞാൻ വരുമ്പോ ഇവിടെ ഇരുന്നു അവര്. മനസ്സിലായോ? നമ്മൾ ഡോർ ഓപ്പൺ ആക്കിട്ട് അപ്പഴാണ്. അപ്പൊ നിങ്ങൾ എന്താ എടുത്തത്? നിങ്ങൾ എന്താ എടുത്തത്? ഞാൻ കപ്പ, ഫിഷ്, ഒരു 10 തരം ചമ്മന്തി. കാണാം കാണാം. ആംബ്രോ പുട്ടും കടലയും ചിക്കനും. ഇത് കഴിഞ്ഞിട്ട് ജ്യൂസും എഗ്ഗും. ഞാൻ സിമ്പിളാണ്. ഞാൻ ഇഡലി മാത്രമേ എടുത്തിട്ടുള്ളൂ. എവിടെ പോയാലും ആംബ്രോ ജിമ്മിൽ പോവും, എഗ്ഗും കഴിക്കും. അത് വിട്ടിട്ടുള്ള പരിപാടി ഇല്ല അല്ലേ? കേറിയിരിക്കുന്നുമ്മ. ഊഞ്ഞാല. ഇത് ഊഞ്ഞാല. ഇവിടെ ഒരാൾ കൂടി ഇരിക്കണം. അപ്പൊ ഇങ്ങനെ ആവും. സീസോ പോലെ ആവും. ഉമ്മ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഇവിടെ ഗ്ലാസ് ആണ്. അല്ലോ ഗൈസ്, മഴയായിട്ട് കാണായിട്ട് കേട്ടോ. താഴത്തെ കാണാ. നിക്ക്. വീണാലറിയാ ചവിട്ടാൻ പറ്റൂലെന്ന്. അടക്ക് ഞാൻ അതിന്ന് മെല്ലെ അങ്ങോട്ട് പോട്ട്. അല്ലോ എനിക്കറിയില്ല. പൊട്ടിയ താഴത്ത് കിടക്കൂ. പേടിയുണ്ട് നിങ്ങക്ക്? ഇവിടുത്തെ വ്യൂ ആണ് സെറ്റില്ലേ? ആംബ്രോ എന്ത് ലുക്കിലാണ് ആംബ്രോ. ക്യാപ്പ്, ചെയിന്, ഗ്ലാസ്. ഇതെന്താണ് ഇത്? 3/4 എന്താ ഇത് പറയാ? ട്രൗസർ, ജോഡ്സ്. നമ്മളെ ഇവിടെ തന്നെ പറക്കാട്ടിന് തന്നെ ഇവർക്ക് ഇവിടെ ജ്വല്ലറി ഉണ്ട് കേട്ടോ. എന്താ ആംബ്രോക്ക് എന്താ വേണ്ടി? കൊന്താണോ വേണ്ടേ? കൊന്താന്നല്ലേ പറയല്ലോ? കൊന്ത. ഇത് മേടിച്ചോ? എനിക്ക് ഏതാ വേണ്ടെച്ചാല് ഞാൻ പറഞ്ഞത്. എനിക്ക് ഏതാ വേണ്ടെച്ചാല് എനിക്കിത് ആംബ്രോ. ഇതെനിക്കൊന്ന് മറ്റേ ശംഖാണ് തോന്നുന്നു. ശംഖ് പോലത്തെ ഒരു സാധനം. അതെ. അല്ലെങ്കിൽ എനിക്കിത് മേടിച്ചെന്നാ മതി. അത്രേ ഉള്ളു. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. ഇത്രയും വലുതുണ്ടടി. ഞാൻ ഈ ചെറുതേ പറഞ്ഞിട്ടുള്ളൂ. മേടിച്ചരുവോ ഗൈസ്? ഇവിടെ വന്നിട്ട് ആംബ്രോ എത്ര വട്ടം കോഫി കുടിച്ചു ഒന്ന് പറ. 20 വട്ടെങ്കിലും ഒരു കോഫി കുടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പിന്നെയും കോഫി കുടിക്കണമെന്ന്. ഇങ്ങനൊക്കെ കോഫി കുടിച്ച് ഇന്ന് രാവിലെ എണീച്ച ശേഷത്തിന് നീ 6-7 വട്ടം കോഫി കുടിച്ച്. അത് കട്ടൻ കാപ്പിട്ടാ. നിനക്ക് ഒരാൾ കോഫി കുടിക്കുവോ? സൗന്ദര്യത്തിന്റെ രഹസ്യം കോഫി ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. പറ. കോഫിയാ? കോഫി എങ്ങനെ സൗന്ദര്യം തരുന്നു ആംബ്രോക്ക്? പറ. നല്ല വ്യൂ ഉണ്ട്. പറ. എങ്ങനെയാണ് കോഫിയിൽ നിന്ന് ആംബ്രോക്ക് ഇത്രയും സൗന്ദര്യം കിട്ടുന്നത്? പറയൂ. കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നീ എന്തോരം കോഫിയെ കുടിക്കുന്നെന്ന് പറഞ്ഞതാ.
20 കോഫി. 20 കോഫി? അതെ, ഇനി ഇപ്പോൾ കോഫി കുടിക്കാൻ പോവല്ലേ നമ്മള്? ഈ ക്ലൈമറ്റ് നോക്കി തണുപ്പത്ത് പിന്നെ കോഫി കുടിക്കാതെ തന്നെ. ക്ലൈമറ്റ് ഓക്കെ, തണുപ്പുണ്ട്. എനിക്ക് എന്നിട്ട് നീ സ്ലീവ്ലെസ് ഇട്ട് നടക്കുന്നത്? ഒന്ന് ഫ്ലെക്സ് ചെയ്തേ. ഇവിടെ വന്ന് ഫുള്ള് ഫുഡടി ആംബ്രോ. നന്നാവും തീരുമ്പോൾ സമ്മതിക്കില്ല ഞാൻ. അതെ അതെ, ചറ പറ. ഇനി ഒരു 3:30 ടൈം ആകുമ്പോൾ ഇവിടുന്ന് ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. ജീപ്പിൽ പോവും. എന്നിട്ട് വേറെ ഇവിടെ ഒരുപാട് പ്ലേസ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഏരിയാസ് ഉണ്ട്. മറ്റേ സൈക്ലിങ്, മറ്റേ റോപ്പ് സൈക്ലിങ്, അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യണം. ഒക്കെ ഫുഡ് കഴിച്ചിട്ട് വേണം പോവാൻ. ഗൈസ്, ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് കാണിക്കാൻ പറ്റുന്നുണ്ട്. ആംബ്രോ എന്താ കോഫിയാ? നമ്മൾ ഉച്ചത്തെ ഫുഡ് എത്തിന് കേട്ടോ. പൊട്ടിക്ക് നോക്കട്ടെ ഗവൺമെന്റ് എന്തൊക്കെ ഓർഡർ ചെയ്തെന്നുള്ള. ഇതിപ്പോ എന്താ സംഭവം മനസ്സിലല്ലേ? ഒന്ന് ഇതെന്താ 65 അല്ലേ? അതിന് നമ്മ കൈ ഫ്രൈ എന്താണിത്? ചിക്കൻ ഫ്രൈഡ് റൈസ് ഇട്ടോ. പിന്നെ നെക്സ്റ്റ് ആയി ആംബ്രോ ഇരിക്കും, ഫുഡ് കഴിക്കാം. എന്താ ചിക്കൻ കറിയാ? ചിക്കൻ. പിന്നെ ഇതെന്താ സംഭവം? ചില്ലി ചിക്കൻ. ഓക്കെ. ബിരിയാണി മാറ്റിയാ അതെന്താണ്? അത് ചില്ലി 5 അല്ല 65. ഓക്കെ. ഇത് മീമിക്കറി. എനിക്കാണ് മീമിക്കറി. മീൻകറി. പൊറാട്ട കേട്ടോ മേടിച്ചേ. പൊറാട്ട. ഓക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. കഴിച്ചു. ആംബ്രോ എന്താ ഓർഡർ ചെയ്ത്? ഫ്രൈഡ് റൈസ്. ആംബ്രോ ഫുള്ളും ഇപ്പോൾ റൈസാണ്. ഗൈസ്, നമ്മൾ ട്രക്കിങ്ങിന് പോവാണ്. ആക്ടിവിറ്റീസ് ഒക്കെ ആ സൈഡിലാട്ടോ. പിന്നെ അവിടെ കേവ് ഹൗസ് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പോൾ അതിൽ കാണാൻ അതുകൊണ്ടാണ് ഫ്രണ്ടിലിരിക്കുന്നത്. നമ്മൾ സ്പോട്ടിലെത്തിയിട്ടാ. ഇപ്പോൾ കേവ് റൂമിലേക്കട്ടെ പോകുന്നു. ഇവിടുത്തെ മെയിൻ ഒരു സംഭവമാണ്. കൊള്ളാലേ ആംബ്രോ? സെറ്റപ്പ് വേറെ സ്ഥലം തന്നെ അല്ലേ? എങ്ങണ്ട് സെറ്റപ്പ്? ഇതിന്റെ മുമ്പ് വന്നപ്പോഴും കണ്ടിരുന്നു, പക്ഷെ ഇത്ര സെറ്റപ്പ് ആയിട്ടില്ലായിരുന്നു കേട്ടോ. പണി നീ ഇവിടെ എന്താ വെച്ചാൽ ഒന്നാമത് നീ കണ്ടില്ല വരുന്ന ഏരിയ ഫുള്ള് ഉള്ളിലോട്ടേക്കായിട്ട് നമുക്കായിട്ടുള്ള സ്ഥലം. ഇവിടെ ഉണ്ട് ഒരു ഓപ്പൺ ഷവർ ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് കാഴ്ച കണ്ടോണ്ട് തന്നെ ഇങ്ങനെ കുളിക്കാൻ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും തോന്നല്ലേ? അതിലൂടെ അങ്ങോട്ട് പോവാം.
കേട്ടാ. ആംബ്രക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നൂലേ? നീ നെക്സ്റ്റ് ടൈം വരുമ്പോ നമുക്ക് ഇവിടെ സെറ്റ് ആക്കണം. അടിപൊളിയാ. ഓ നോക്കിയേ, ഓ സെറ്റില്ലേ. എനിക്ക് വാഷ്റൂം ഒന്നുകൂടി കാണണം തോന്നുന്നു. ഒന്ന് കുളിച്ചാമ്പോ ഇത് കൈസ് ഇവിടെ ഒന്ന് മാറിക്കേ. കൈസ് ഓണാക്കി നോക്കിയേ. ഷവറാട്ടോ സെറ്റ്. ഇതൊക്കെ നാച്ചുറൽ തന്നെ കേട്ടോ ഗൈസ്. കേട്ടോ പ്ലാസ്റ്റിക് ഒന്നും അല്ല, എല്ലാം ഒറിജിനൽ പാറയാ. ഇതല്ല ഇത് പാറ. വാഷ്റൂം ഒന്നുകൂടി കാണിച്ചു തരാം. നല്ല കൂടും. ആംബ്രക്ക് ഇവിടെ ഗോൾഡൻ ടോയ്ലറ്റ് ഉണ്ട്. സത്യം ഇതൊരു വാഷ്റൂമാണ് മനസ്സിലാവുന്നില്ല അല്ലേ? അല്ലോ നമുക്ക് എല്ലാ സ്ഥലത്തും മിററുണ്ട്. കുളിക്കുമ്പോൾ മിററിൽ നോക്കി കുളിക്കാം. ഓ സെറ്റ്. ഇത് മറ്റേ ജഗ്ഗൂസി അല്ലേ ഇത്? അങ്ങനല്ലേ പറയാ? മറ്റേ മസാജിങ് ടൈപ്പ് സാധനം കേട്ടോ. കൊള്ളാം. ഇതൊക്കെ ഇടിഞ്ഞു വീണാലേ എഴുകത്തൊന്നുമില്ല. കൊള്ളാം എന്തായാലും. ഓ ഞാൻ അവിടെ ഫ്രണ്ട് ബാൽക്കണി ഉണ്ട് തോന്നു. ബാ നോക്കാം, മറന്നു പോയി. ബാബാ പിന്നെ ഗൈസ് ഇവിടെ നോക്കി, സിംഗിൾ ബെഡ് ആട്ടോ വരുന്നത്. റൗണ്ട് ഷേപ്പ്. നമ്മൾ അവിടെ തന്നെ അതന്നെ. ഇവിടെ ഫുള്ള് മരങ്ങളാട്ടോ. ആ കിടന്നോ. ഫുള്ള് മരങ്ങളാണ്. ഇത് പുറത്തേക്കുള്ള ഞാൻ ഇവിടെ വന്നപ്പോഴും പിന്നെ പറയുന്നുണ്ട് ഇവിടെ അടിപൊളിയാണെന്ന്. ഇത് രസാലേ. ഈ ഭാഗം പറഞ്ഞ വേറെ ഒന്നും അടുത്തില്ല. ഓ അടിപൊളിയാട്ടോ. ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടക്കാം കേട്ടോ. അങ്ങോട്ട് ഫുള്ള് നടക്കാം. നമ്മളിനി നടന്ന് കയറി സ്ഥലത്തേക്ക് പോകുക കേട്ടോ. എന്നിട്ട് അവിടെയാണ് മറ്റേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ളത് അല്ലേ? അവിടെ സൈക്ലിങ്ങും പിന്നെ ചെറുതായിട്ട് അവിടെ ഒരു ക്യാൻറ്റീനും സംഭവങ്ങളൊക്കെ അവിടെ ആയിട്ടുള്ളൂ. അപ്പം അങ്ങോട്ടേ പോവാം. അതെ കോഫി കുടി. ഓ ശരി, ആംബ്ര കോഫി വേണമല്ലോ. ഗൈസ് അത് ആംബ്രോക്ക് ചെയ്യണം. ആംബ്രോ നീ ചെയ്യോ? ഞാൻ ചെയ്യില്ല. ഗൈസ് ആംബ്രോ സൈക്ലിംഗ് ചെയ്യാൻ പോവാ കേട്ടോ. ആംബ്രോ ഉറപ്പിച്ചാ? ഓക്കെ. അല്ല ആംബ്രോ എനിക്ക് പേടില്ല, അതുകൊണ്ട് നീ പാട്ട് പാടുന്നേ. കൊള്ളാം കൊള്ളാം. ആ നീയല്ലേ ഓട്ടുന്നതിന്. എങ്ങോട്ട് സൈക്കിൾ ഓട്ടിട്ട്? എത്ര കാലമായി സൈക്കിൾ ഓട്ടിട്ട്? കൊറായി. കൊള്ളാല്ലേ ആംബ്രോ അല്ലേ? പക്ക ഒരു ഡിഫറെന്റ് അല്ലേ? ആ ഭാഗത്ത് എന്താണ്? ഓ അത് മറ്റേ ഇതല്ലേ? ആ ആംബ്രോക്ക് പറ്റിയ സ്ഥലം കേട്ടോ. എന്തെങ്കിലും കുട്ടികൾ ചിൽഡ്രൻസ് ചിൽഡ്രൻസ് പാർക്ക് ആംബ്രോക്ക് പറ്റിയ. ആ സൂക്ഷിക്കണേ. ആ ഞാൻ കാലെടുത്ത് തന്നെ മേളിൽ വെക്ക്. നീ അടുത്ത് ഇതുണ്ട്, ഇതിൽ കയറിക്കോ. ഉണ്ട് അടുത്ത്. ക്യാമറ എന്നോട് ചെറുതായിട്ട് എന്തേ പറ്റിയോ? ധാരാട്ടുക. ആ ഓക്കെ. കൊള്ളാല്ലേ? നല്ല ഗ്രീനി. ആംബ്രോ എന്താ പറ്റിയോ? നല്ലോണം വേദനിച്ചു. നിന്റെ ഇതാ
നീ തന്നെ അവിടെ നിൽക്കുന്ന എൻ്റെ ട്വിന്ന് കോഴി ടർക്കിക്കോഴി. ഓ ലവ് ബേർഡ്സ്. ആംബ്രോ പോയിട്ടാ. ആംബ്രോ ഞാനും ഇതിന്റെ മേലെ കൂടെ കയറാൻ പോവാ. എന്താകുമോ ഞാൻ വേണ്ട. മോഹരിക്കുന്നു നോക്കിയാ പേടിച്ചിട്ട് നിന്റെ. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? അങ്ങനെ റോപ്പ് കൂടെ നടന്ന് മതിയായി എനിക്ക് കേട്ടോ. ഇവിടെ നോക്ക്, ഇവിടെ നോക്കി ഒരു സ്പോട്ട് നോക്കി ഇരിക്കാനതാരും അവിടെ കൊണ്ടുവച്ചത് പടച്ചോനെ. എന്തോരം സ്ഥലമുണ്ട് ഇവർക്ക്. ഗൈസ് സത്യം പറഞ്ഞ എനിക്ക് റോപ്പിൽ കൂടെ നടക്കാനുള്ള ഒരു പേടി. അതിന് മുമ്പ് നടന്നു, പക്ഷെ ബാക്കിൽ ചേച്ചി വന്നപ്പോ ആട്ടം കൂടി. അപ്പോഴാണ് എനിക്ക് ടെൻഷനായത്. ഇതാണ് നടന്ന് കഴിയുന്നില്ല അല്ലേ. ആ ഒരു മരം വന്നില്ല, ആ മരം കഴിഞ്ഞാൽ പിന്നെ ഒരു പിടുത്തില്ല, ഇങ്ങനെ നിൽക്കാണ്. അതാണ് ചെറുതായിട്ട് ടെൻഷനായി. ബട്ട് അങ്ങനെ ടെൻഷനില്ല, ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുന്നു പൊട്ടിയാലും ഓക്കെ തൂങ്ങിയിരിക്കുക, അങ്ങനൊക്കെ കുറച്ച് ആലോചന, വേറെ പ്രശ്നം. ഇതൊക്കെ എന്ത് കോട ഇറങ്ങി തുടങ്ങി നമ്മളും ഇറങ്ങുകയാണ്. നമ്മൾ പോവുകയാണ്, കോടയും ഇറങ്ങാണ്, നമ്മളും ഇറങ്ങാണ്. ഇവിടെ നിന്നൊക്കെ പറ്റിയാലൊരു പറ്റലായിരിക്കും, ഷാർപ്പാണ്. വരും മകനെ. ഓ വാ ഗൈസ്, നമുക്ക് പോകാനായിട്ടോ. 5:30 ലാസ്റ്റ് ഇവിടുത്തെ ജീപ്പ് എടുക്കുക. ബാ പോവാം. നമ്മൾ ജീപ്പ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാ നമ്മളങ്ങനെ റിട്ടേൺ പോവുക കേട്ടോ. ബാക്കിൽ തന്നെ ഇരിക്കാം ബ്രോ. അപ്പോഴാണ് അതിൻ്റെ ഒരു പവർ വരുന്നത്. ഞാൻ ആ സൈഡ്. ബ്രോ ആ കുതിര നോക്കി, ഒരു ദേഷ്യത്തോടുള്ള നോട്ടല്ല കുതിര. എവിടെ ആന? ആ അല്ലേ, ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡാണ്. യെസ്, ഇവിടെ നോക്കി ഇങ്ങനത്തെ സ്പോട്ട് ഉണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ DJ പരിപാടിയാണ് അല്ലേ, ഡാൻസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ഉള്ളവരൊക്കെ തുള്ളാൻ തുടങ്ങും. ലൈറ്റും പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇതൊക്കെ ഇത് ഡെയിലി ഉണ്ടാകും, പക്ഷെ ഇന്നലെ നമുക്ക് അങ്ങനെ തുള്ളാൻ പറ്റില്ല. ലാസ്റ്റ് ചുമ്മാ നമ്മളിങ്ങനെ ആയി വന്നില്ലേ, ഒരു വേറെ ഒക്കെ ഉണ്ടാക്കിയ ഒരു ഇത്. പക്ഷെ നല്ല രസം. ഇവിടെ ഓപ്പണാണ്. ഇടയ്ക്ക് മഴ ചാറുമ്പോൾ മഴയ്ക്ക് തുള്ളാം, അല്ലെ മഴ ഇല്ലാത്തപ്പോൾ തുള്ളാം, അങ്ങനെ സംഭവം കേട്ടോ. റൊട്ടി, പിന്നെ നമുക്ക് ചപ്പാത്തി, പിന്നെ എന്താണ് കരിമീൻ. 2 കരിമീൻ മേടിച്ചു. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഇവിടുന്ന് കരിമീൻ കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 2 കരിമീൻ മേടിച്ച്, പിന്നെ ഫിഷ് കറി, പിന്നെ ആ ചപ്പാത്തി, ഇതൊക്കെ. പിന്നെ ആംബ്രോയുടെ മെയിൻ പരിപാടി പ്രോട്ടീൻ. ഇത്രേ ഉള്ളൂ ഗൈസ് നൈറ്റ്. കാരണം ഓൾറെഡി നമ്മളെ വയറ് ഫുള്ളാണ്. സോ സാലിഹാക്ക് ഒന്നും ഇല്ല ഡ്യൂട്ടിക്ക്. അയ്യടാ, എനിക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ തല വേണം ഗൈസ്. നൈറ്റ് ഞാൻ പൊറാട്ട കേട്ടോ, പൊറാട്ടയും നെയ്മീൻ കറി, അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ ഒന്നുള്ളായിരുന്നു ഓർഡർ ചെയ്ത പൊറാട്ട. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം 2 ഓർഡർ ചെയ്തു. അടിപൊളി പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഇതെന്താണ് ആവോലി, അതും ആവോലി കരിമീനില്ലേ. ഓക്കെ ഗൈസ്, അപ്പം ബ്രോ ബൈ, ഗുഡ് നൈറ്റ്. അടിച്ചാളെ. ഓക്കെ, കാണാം നാളെ. നാളെ മോർണിംഗ് നേരത്തെ എണീച്ചോ. ഓക്കെ ബൈ ഗൈസ്. ഞാനും പോയി ഗൈസ്. അവർക്ക് വന്ന് പാട്ടൊക്കെ പാടി കളിക്കുന്നു. അവർക്ക് ഉമ്മൊക്കെ നേരത്തെ കിടന്നു കേട്ടോ.